देखा नहीं कि एक व्यक्ति है भारतवर्ष में नरेंद्र मोदी, उनके तीखे हमले आपने नहीं देखे? उनसे जाकर ये सवाल कीजिए। नहीं, वो आपसे नहीं बात करते हैं क्योंकि वो डरपोक है और बात नहीं करते हैं मीडिया से। बस मंच पर क्या मोदी ने हमें दीमक बुलाया है तो मैं तो कहता हूं कि वो एक सांप है, वो एक बिछुआ है और ऐसे गंदे आदमी की तरफ से आलोचना हुई तो वो अपने आप में प्रशंसा बनती है। मुसलमानों को मारने की पार्टी है, अक़लियतों को दबाने की पार्टी है, इस देश की एकता को तोड़ने वाली पार्टी है। ये एक ऐसी पार्टी है जो हमारे धर्मनिरपेक्षता में कोई विश्वास नहीं रखता। കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അതിജീവനത്തിനായി കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ, ഒരു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് കൂടെ നിന്ന് കാലുവാരുക എന്നത്. സ്വയം കോൺഗ്രസുകാരനെന്ന് ഇപ്പോഴും പറയുന്ന മണിശങ്കർ അയ്യർ കേരളത്തിൽ വന്ന് ചെയ്തതും അതാണ്. തുടർച്ചയായി 2 വട്ടം പ്രതിപക്ഷത്തിരിക്കുന്ന ഇനി ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തിരുന്നാൽ പാർട്ടിയുടെ അസ്ഥിവാരം തന്നെ ഭീഷണിയിലാവുമെന്ന സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്തവണയും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കട്ടെ. അവരുടെ പ്രധാന പ്രതിയോഗിയായ ഇടതുമുന്നണി മികച്ച ഭരണമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ തുടർച്ചയായി ഭരിക്കട്ടെ എന്ന് പറയുന്നത് കോൺഗ്രസിനെ രക്ഷിക്കാനോ നശിപ്പിക്കാനോ ആണോ എന്നതിന്റെ ഉത്തരം വലിയ ചർച്ചയും ആശയ സംവാദമെന്നും ഇല്ലാതെ ഒറ്റ വാക്കിൽ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. CPM-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാം തരം കരിങ്കാലിയായി അല്ലെങ്കിൽ കുലം കുത്തിയായി മാറിയിരിക്കുകയാണ് മണിശങ്കർ അയ്യർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ചില നേതാക്കൾ വാക്കുകളാൽ മാത്രം വലിയ തിരിച്ചടികൾ സൃഷ്ടിക്കുന്നവരുണ്ട്. അത്തരക്കാരിൽ ഏറ്റവും പ്രമുഖനാണ് മണിശങ്കർ അയ്യർ. മുൻ ഇന്ത്യൻ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ കൂടിയായ അയ്യർ രാജീവ് ഗാന്ധിയുടെ സഹപാഠിയും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെയായിരുന്നു. 1984 ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് രാജീവ് ഭരണത്തിലേറിയപ്പോൾ അദ്ദേഹം പരമ്പരാഗതമായ കോൺഗ്രസ് നേതാക്കളെക്കാൾ ഉപരി തന്റെ കൂടെ ഡൂൺ സ്കൂളിലും സ്റ്റീഫൻസ് കോളേജിലും പഠിച്ചിരുന്ന പല സഹപാഠികളെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് ലിഫ്റ്റ് ചെയ്തിരുന്നു. സാം പിത്രോദയും മണിശങ്കർ അയ്യരുമെല്ലാം അവരിൽ ചിലരാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നല്ലാതെ കേവലം സൗഹൃദത്തിന്റെ ലേബലിൽ നേതൃനിരയിലേക്ക് എത്തിയ ഇവർ രാജീവ് ഗാന്ധിയുടെ കാലശേഷം കോൺഗ്രസിന് വലിയ ബാധ്യതയാവുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞതെന്നും പ്രത്യേകം പറയേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ ക്യാബിനറ്റ് മന്ത്രിയുമായ അയ്യർ പഞ്ചായത്തി രാജ് മന്ത്രാലയം, പെട്രോളിയം, യുവജന കാര്യങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്തിട്ടുള്ളയാളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പേര് ഇന്ന് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് വിവാദപരമായ പ്രസ്താവനകളോടൊപ്പമാണ്. ഒരർത്ഥത്തിൽ വിദേശകാര്യ ഡിപ്ലോമാറ്റായി ജോലി ചെയ്തിട്ടുള്ള അയ്യരുടെ വാക്കുകൾ ഇപ്പോൾ വളരെ നേരിട്ടുള്ളതാണ്. ഒരു ഡിപ്ലോമാസിയും ഇല്ലാത്തത്, പലപ്പോഴും പാർട്ടി ലൈനിന് അതീതമായത്. ഇത് കോൺഗ്രസിനെ എക്കാലത്തും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. എതിരാളികൾക്ക്, പ്രത്യേകിച്ച് BJPക്ക് വലിയ പ്രചാരണ ആയുധങ്ങൾ നൽകിയിട്ടുമുണ്ട്. 2014 ചായ്വാല മുതൽ 2026 കേരളത്തിലെ പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രി വരെയുള്ള ഈ വിവാദങ്ങൾ ഒരേ പാറ്റേൺ ആണെന്നാണ് കാണിക്കുന്നത്. സ്വതന്ത്ര ചിന്താഗതി, നെഹ്റു ഗാന്ധി രാജീവ് പാരമ്പര്യത്തോടുള്ള ആഴമായ വിധേയത്വം, പക്ഷേ രാഹുൽ ഗാന്ധി നേതൃത്വത്തിലുള്ള കോൺഗ്രസിനോടുള്ള വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥത. ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ വിവാദത്തോടൊപ്പം മുൻകാല പ്രധാന വിവാദങ്ങളെയും ഓരോന്നിന്റെയും സന്ദർഭം, അദ്ദേഹത്തിന്റെ വിശദീകരണം, പാർട്ടിയുടെയും എതിരാളികളുടെയും പ്രതികരണം, രാഷ്ട്രീയ ആഘാതം എന്നിവയോടൊപ്പം തന്നെ ക്രമാനുഗതമായി പരിശോധിക്കാം. മണിശങ്കർ അയ്യർ ജനിച്ചത് 1941 ഏപ്രിൽ 10-നാണ്. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം നേടി. 63 ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ചേർന്നു. പാകിസ്ഥാനിലെ ആദ്യ കോൺസൽ ജനറൽ, ബെൽജിയം, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥാനപതി എന്നീ രൂപത്തിൽ സേവനമനുഷ്ഠിച്ചു. 80കളിലാണ് രാജീവ് ഗാന്ധിയുടെ പ്രധാനമന്ത്രി ഓഫീസിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. അവിടെ നിന്നാണ് ഗാന്ധി കുടുംബവുമായുള്ളതും അതുവഴി കോൺഗ്രസുമായുള്ളതുമായ ആഴത്തിലുള്ള ഒരു ബന്ധം രൂപപ്പെട്ടത്. 1989 ഫോറിൻ സർവീസിൽ നിന്ന് വിരമിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് അയ്യർ മാറി. 91 തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ നിന്ന് ലോക്സഭാംഗമായി. പിന്നീട് 2004-09 കാലഘട്ടത്തിൽ UPA സർക്കാരിൽ മന്ത്രിയായി. പഞ്ചായത്തി രാജിന്റെ ശക്തനായ പ്രചാരകനായ അദ്ദേഹം ഗ്രാമീണ ഇന്ത്യയിലെ അധികാര വികേന്ദ്രീകരണത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷേ
പാർലമെന്ററി ഡിബേറ്റുകളിലും പൊതുവേദികളിലും അദ്ദേഹത്തിന്റെ ഭാഷ പലപ്പോഴും വിവാദമായി മാറുകയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുമുണ്ട്. ആദ്യകാല ചെറിയ വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 1990-കളിൽ PV നരസിംഹറാവുവിനെ ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ഉത്തരവാദിയാക്കി ആരോപിച്ചത് അന്ന് വലിയ വിവാദമായിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ ഇത്ര കണ്ട് സജീവമല്ലാത്തതിനാൽ അത്ര ദോഷം പാർട്ടിക്ക് അതുണ്ടാക്കിയിരുന്നില്ല. പിന്നീട് അടൽ ബിഹാരി വാജ്പേയി 1998-ൽ യൂസ്ലെസ് ലീഡർ എന്ന് വിളിച്ചതും വിവാദമായിരുന്നു. ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ സവർക്കറുടെ സ്തൂപം മാറ്റി അവിടെ ഗാന്ധി സ്തൂപം വെക്കുവാൻ ഉത്തരവിട്ടത് BJPയും ശിവസേനയും പാർലമെന്റ് സ്തംഭിപ്പിക്കുവാൻ കാരണമായിരുന്നു. പിന്നീട് 2014-ൽ മോദി സർക്കാർ വന്ന ശേഷമാണ് സവർക്കറുടെ ഉദ്ധരണികൾ അവിടെ പുനഃസ്ഥാപിച്ചത്. 2011-ൽ സെന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രസംഗത്തിൽ ഹാൻസ് രാജ് കോളേജിനെയും അജയ് മാക്കിനെയും പരിഹസിച്ചതും വിദ്യാർത്ഥി പ്രതിഷേധം ഉയർത്തുവാൻ കാരണമായിരുന്നു. എന്നാൽ കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കിയ യഥാർത്ഥ തീവ്ര വിവാദങ്ങൾ 2014-ന് ശേഷമാണ് തുടങ്ങുന്നത്. അതിനു മുന്നോടിയായി അദ്ദേഹത്തിന്റെ സ്വതന്ത്ര ശൈലി കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ആദ്യം പറയേണ്ടത് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചായ്വാല വിവാദം തന്നെയാണ്. ജനുവരി 2014-ൽ AICC പ്ലീനറി സെഷനിൽ ഒരു ചാനൽ ഇന്റർവ്യൂവിൽ അയ്യർ പറഞ്ഞു, നരേന്ദ്രമോദി ഒരു ചായ വിൽപ്പനക്കാരനായിരുന്നു, അദ്ദേഹം പ്രധാനമന്ത്രിയാകില്ല, വേണമെങ്കിൽ AICC മീറ്റിംഗുകളിൽ ചായ വിതരണം ചെയ്യാൻ വരട്ടെ. ഇതായിരുന്നു അയ്യരുടെ പരിഹാസം. BJP ഇതിനെ സവർണ അഹങ്കാരമെന്ന് ചിത്രീകരിച്ചു. മോദി ഇതിനെ ചായ വിൽപ്പന ചെയ്ത് ജീവിച്ചിട്ടുണ്ട്, പക്ഷെ ദേശത്തെ നയിക്കുവാനും പ്രാപ്തനാണ് എന്ന ക്യാമ്പയിനാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്ന ഇമേജ് ശക്തമാക്കുവാൻ ഈ വിവാദം വളരെയധികം സഹായിച്ചു എന്നതാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. സംഭവം കത്തിയെന്നും BJPക്ക് വലിയ മൈലേജ് ഉണ്ടാക്കിയെന്നുമെല്ലാം മനസ്സിലായതോടെ അയ്യർ പിന്നീട് തന്റെ പുസ്തകങ്ങളിലും ഇന്റർവ്യൂകളിലും വ്യാഖ്യാനിച്ച് വിവാദത്തെ ഒന്ന് തണുപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെ അവഹേളിച്ചിട്ടില്ല. 2002 ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിന് അയാൾ അനുയോജ്യനല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും സമയമേറെ വൈകിപ്പോയിരുന്നു. ഈ പ്രസ്താവന UPA 2-ന്റെ അവസാനത്തെ വലിയ തിരിച്ചടിയായി മാറി. കോൺഗ്രസിന്റെ അരോഗൻസ് ഇമേജ് BJP നന്നായിട്ട് ഉപയോഗിച്ചു. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 44 സീറ്റുകളിലേക്ക് തകർന്നു. അയ്യരുടെ അടുത്ത കൊട്ട് 2017 ഗുജറാത്ത് അസംബ്ലി തിരഞ്ഞെടുപ്പിനിടെയുള്ള നീച്ച് ആദ്മി വിവാദമായിരുന്നു. ഇതും മോദിക്കെതിരെ തന്നെയായിരുന്നു. മോദിയുടെ അംബേദ്കറിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് മറുപടിയായി അയ്യർ ഇങ്ങനെ പറഞ്ഞു, നീച്ച് കിസ്ബ് കാ ആദ്മി. എന്നാൽ BJP ഇതിനെ ജാതി അധിക്ഷേപപരമായി ചിത്രീകരിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വൻതോതിൽ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുകയും ചെയ്തു. അവസാനം അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ ഗാന്ധി ഇടപെട്ട് അയ്യരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരുന്നു കോൺഗ്രസ് നേരിട്ടത്. പിന്നീട് 9 മാസത്തിന് ശേഷം സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അയ്യർ ബർഖാദത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സംഭവത്തെ ഇങ്ങനെയാണ് വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞത് എ ലോ കൈൻഡ് ഓഫ് പേഴ്സൺ എന്നാണ്, അതായത് ഇംഗ്ലീഷിൽ നീചനായ ഒരു വ്യക്തി എന്നാണ് അർത്ഥം. മിസ്റ്റർ മോദി അത് തിരിച്ചറിഞ്ഞ് അന്ന് ഗുജറാത്തിൽ നടന്നിരുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ലോ കാസ്റ്റ് പേഴ്സൺ എന്ന് വളച്ചൊടിച്ച് പറഞ്ഞു, അതായത് താഴ്ന്ന ജാതിയിലുള്ള വ്യക്തി എന്ന്. എനിക്ക് എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിക്കാൻ പോലും അവസരം പോലും നൽകാതെയാണ് എന്നെ മോദിയെ വിമർശിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തത്. മോദിയെ വിമർശിക്കുന്ന ആളെ സസ്പെൻഡ് ചെയ്താൽ അന്ന് നടക്കാനിരുന്ന ഗുജറാത്ത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കോൺഗ്രസിലെ ഏതൊക്കെയോ മോദി ഭക്തർ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുത്തു കാണും. എന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവർ എനിക്ക് ഒരു ഷോക്കേസ് നോട്ടീസ് അയച്ചു. ഞാൻ ആ ഷോക്കേസ് നോട്ടീസിന് മറുപടി നൽകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ AK ആന്റണി, സുശീൽ കുമാർ ഷിൻഡെ, മോട്ടിലാൽ വോറ എന്നിവരടങ്ങിയ 3-അംഗ ഡിസിപ്ലിനറി കമ്മിറ്റി എന്നോട് മറുപടി നൽകരുതെന്നാണ് ആവശ്യപ്പെട്ടത്. കാരണം രാഹുൽ ഗാന്ധിയോട് ചോദിച്ച് ഞാൻ എന്ത് എഴുതണമെന്ന് അവർ തീരുമാനിച്ചറിഞ്ഞതിനു ശേഷം മാത്രം മതി മറുപടി എന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് കോൺഗ്രസിൽ നടക്കുന്നത്. അതേ വർഷം തന്നെ രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആയപ്പോൾ ഔറംഗസേബിന്റെ സിംഹാസരോഹണം പോലെ എന്ന് ഉപമിച്ചത് കോൺഗ്രസിനുള്ളിൽ വലിയ അസ്വസ്ഥത തന്നെ സൃഷ്ടിച്ചു. കാരണം ഔറംഗസേബിന്റെ കാലത്തോടെയാണ് മുഗൾ സാമ്രാജ്യം അതിന്റെ തകർച്ച തുടങ്ങിയത്. കോൺഗ്രസ് എന്ന വലിയ പാർട്ടിയുടെ തകർച്ച എന്ന രീതിയിൽ ഈ പ്രസ്താവനയെ പോലും പലരും വ്യാഖ്യാനിക്കുകയും ഉണ്ടായി.
പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഒരു പുസ്തക പ്രകാശനത്തിനിടയിൽ 1962 ചൈന ഇന്ത്യയിൽ ആക്രമിച്ചു കയറിയെന്ന് ആരോപണമുണ്ട് എന്നൊരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയിലെ ആരോപണം എന്ന വാക്ക് വലിയ വിവാദമായി. BJP സംഭവം വലിയ വിവാദമാക്കുകയും ചരിത്രത്തെ തിരുത്തലെന്ന് ആരോപിക്കുകയും കോൺഗ്രസുകാർ ദേശവിരുദ്ധരും ദേശ താൽപര്യങ്ങളെ ഹനിക്കുന്നവരുമാണെന്ന് പ്രചരണം ശക്തമാക്കി. സംഭവം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ അയ്യർ ക്ഷമാപണം നടത്തി. അത് മിസ്റ്റേക്ക് ആയിരുന്നു, ചരിത്രം വ്യക്തമാണ് എന്ന് പറഞ്ഞു തലയൂരി. ഇനി ഇപ്പോഴത്തെ വിവാദത്തെ കുറിച്ചുകൂടി പറയാതെ അവസാനിപ്പിക്കാനാവില്ലല്ലോ. ഏറ്റവും പുതിയതും ഏറ്റവും തീവ്രമായതുമായ വിവാദം ഇക്കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. കേരളത്തിലെ LDFന്റെ വിഷൻ 2031 ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി എന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത വേദിയിൽ അയ്യർ പറഞ്ഞു, പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയായി തുടരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. LDF 3ാം തവണയും അധികാരത്തിൽ വരും. കേരളം പഞ്ചായത്ത് രാജിൽ ഏറ്റവും മുന്നിലാണ്. ഗാന്ധിജിയുടെ സ്വപ്നം നടപ്പിലാക്കിയത് ഒരു മാർക്സിസ്റ്റ് ലെനിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസ് കൈവിട്ട ബാറ്റൺ പിണറായി എടുക്കണം. സർക്കാർ ചെലവിൽ നടത്തുന്ന ഈ പ്രചരണ പാർട്ടിയിൽ നിന്ന് വിട്ടു നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ അയ്യർ പങ്കെടുക്കുകയും വിവാദമാവുകയും ചെയ്തതോടെ കോൺഗ്രസ് നേതൃത്വം ഉടൻ തന്നെ നിലപാട് വ്യക്തമാക്കി. ഔദ്യോഗിക പവൻ ഖേര പറഞ്ഞു, അയ്യർക്ക് കോൺഗ്രസുമായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബന്ധമില്ല. അദ്ദേഹം വ്യക്തിപരമായി സംസാരിക്കുന്നതിനാൽ പാർട്ടിക്ക് യാതൊരുവിധ പങ്കുമില്ല. പിന്നാലെ ജയറാം രമേശ് UDF വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം അയ്യർ ANIയോട് പ്രതികരിച്ചത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. ഞാനൊരു ഗാന്ധിയനാണ്, നെഹ്റുവിയനാണ്, രാജീവിയനാണ്, പക്ഷെ രാഹുൽ ഗാന്ധിയനല്ല. കോൺഗ്രസുകാരൻ എന്ന നിലയിൽ എനിക്ക് UDF ജയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഒരു ഗാന്ധിയൻ എന്ന നിലയിൽ സത്യമല്ലേ പറയാൻ കഴിയൂ. ഇടത് സർക്കാർ മികച്ച ഭരണമാണ് കാഴ്ചവെക്കുന്നത്. അവർക്ക് സാധാരണ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യാതിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും കോൺഗ്രസുകാരനാണ് എന്ന് പുറത്താക്കിയിട്ടില്ല. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് ആക്രമിച്ചു. പവൻ ഖേരയെ പപ്പറ്റ് എന്നും ശശി തരൂരിനെ അൺപ്രിൻസിപ്പിൾഡ് കരിയറിസ്റ്റ് എന്നും കമ്മ്യൂണിസ്റ്റുകളെക്കാൾ കൂടുതൽ അവസരവാദിയെന്നും മോദിയുടെ ഫോറിൽ മിനിസ്റ്റർ ആകുവാൻ ശ്രമിക്കുന്നു എന്നും KC വേണുഗോപാലിനെ റൌഡി ഗുണ്ട എന്നുമൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. അയ്യർ അവസാനം ഇങ്ങനെയും കൂടി കൂട്ടിച്ചേർത്തു, കേരളത്തിൽ UDF ജയിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷേ സാധ്യമല്ല. കാരണം നേതാക്കൾ പരസ്പരം വെറുക്കുന്നു. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ മാത്രമേ പിണറായി പ്രവചനം പിൻവലിക്കൂ എന്നൊക്കെയാണ് അയ്യർ പറഞ്ഞത്. ഇതുവരെയുള്ള ചരിത്രങ്ങളെല്ലാം നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപേ അയ്യർ നടത്തിയ ഇത്തരം വിവാദങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. വിജയിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുപ്പുകളിൽ പരാജയം ഏറ്റുവാങ്ങാനും പ്രതിരോധത്തിനുള്ള തിരഞ്ഞെടുപ്പുകളിൽ തകർന്നടിയുവാനും അയ്യരുടെ വാക്കുകൾ കാരണമായിട്ടുണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വിവാദം കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കും എന്നത് വലിയ ആശങ്കയാണ് പ്രവർത്തകർക്കിടയിൽ ഉയർത്തുന്നത്. അയ്യരുടെ വിവാദങ്ങൾ ഒരു വ്യക്തമായ പാറ്റേൺ ആണ് കാണിക്കുന്നത്. അദ്ദേഹം സ്വതന്ത്ര ചിന്താഗതിക്കാരൻ എന്ന ലേബലിൽ പാർട്ടി ഡിസിപ്ലിൻഡ് അതീതനായി സംസാരിക്കുന്നു. നെഹ്റു, ഗാന്ധി, രാജീവ് ഐഡിയോളജിയോടുള്ള വിധേയത്വം ശക്തമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാലത്തുള്ള നേതൃത്വത്തോട് അസ്വസ്ഥത വർദ്ധിച്ചു. ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിന് ആത്മഹത്യാപരമായിട്ടുള്ള സെൽഫ് ഗോളുകൾ തന്നെയാണുള്ളത്. ഇത് ഒരേ സമയം പാർട്ടി ഐക്യത്തെ ദുർബലപ്പെടുത്തുകയും എതിരാളികൾക്ക് ആയുധമാവുകയും ചെയ്യുന്നു.